അപ്പൊ ഗായ്സ്, ശബരിമല യാത്രയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണണം. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, വലിയാന വട്ടം വരെയുള്ള കാഴ്ചകളാണ് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലായ V7 വ്ളോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് വലിയാനവട്ടത്ത് നിന്ന് പമ്പയിലേക്ക് യാത്ര തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും പുലർച്ചെ 3 മണി എന്ന് പറയുമ്പോൾ വളരെയധികം മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ഞ് വീഴ്ചയിൽ നടക്കാൻ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ കരിമല വഴിയൊക്കെ കയറി ഇറങ്ങി വന്ന് പമ്പയിൽ എത്തുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ ഗൈസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാട്ടോ. ഇപ്പോഴും കുറച്ച് മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്കും കാണാം. അങ്ങനെ നമ്മൾ പമ്പയിൽ എത്തിയിരിക്കുക കേട്ടോ. പമ്പയെ കുറിച്ച് പറയുമ്പോൾ പല ഭാഗത്തു നിന്നും വരുന്ന സ്വാമിമാര് എല്ലാവരും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് പമ്പ. അതുകൊണ്ട് പമ്പയിൽ സ്വാമിമാരുടെ വലിയ തിരക്ക് തന്നെ നമുക്ക് അനുഭവപ്പെടാം എന്നല്ല, സ്വാമിമാരുടെ വലിയ തിരക്ക് എന്തായാലും ഉണ്ടാവും. പുലർച്ചെ 3 മണി ആയതുകൊണ്ടാണ് നമുക്ക് അധികം തിരക്ക് ഫീൽ ചെയ്യാത്തത്. അതുകൊണ്ട് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് പമ്പയിൽ നിന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റി. ഗൈസ്, ഇവിടെ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ കുഞ്ഞില് കിട്ടിയ ആ ഒരു രംഗമൊക്കെ അവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഗണപതിയോട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നാളികേരമൊക്കെ ഉടച്ച് നമ്മുടെ വിഘ്നങ്ങളൊക്കെ തീർത്ത് മല കയറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോവാം. ഇവിടെ ഗണപതി ക്ഷേത്രം അല്ലാതെ പാർവതി ക്ഷേത്രം ഉണ്ട്, രാമന്റെ ക്ഷേത്രം ഉണ്ട്, അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രം ഉണ്ട്. അപ്പൊ ആ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയതിന് ശേഷം നമുക്ക് നീലിമല കയറാനായിട്ട് പോവാം. ശബരിമലയിലേക്ക് വരുന്ന സ്വാമിമാർക്കും ഭക്തജനങ്ങൾക്കും സന്നിധാനത്തിലേക്ക് എത്താൻ 2 വഴികളുണ്ട്. അതിൽ ആദ്യത്തേത് നീലിമല അപ്പാച്ചിമേട് വഴിയും രണ്ടാമത്തേത് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയുമാണ്. ഇതിൽ നമ്മൾ സന്നിധാനത്തിലേക്ക് എത്താൻ തിരഞ്ഞെടുത്ത വഴി നീലിമല അപ്പാച്ചിമേട് വഴിയാണ്. അങ്ങനെ നമ്മൾ നീലിമല എത്തിയിരിക്കുന്നു. നീലിമലയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലിമലയിൽ നിന്നും ഒരു 300 മീറ്റർ നടന്നാൽ അപ്പാച്ചിമേട് എത്തും. അങ്ങനെ നമ്മൾ അപ്പാച്ചിമേട് എത്തി. അപ്പാച്ചിമേട് ശരിക്കും കഠിനം എന്നാണ് പറയുന്നത്. അപ്പാച്ചിമേട് കയറുമ്പോൾ എന്തായാലും നമ്മൾ റെസ്റ്റ് ചെയ്ത് വേണം കയറാൻ. കാരണം അത്രയ്ക്ക് റിസ്കി ഏരിയയാണ് അപ്പാച്ചിമേട്. ഈ അപ്പാച്ചിമേട്ടിലാണ് ധാരാളം ഹെൽത്ത് സെന്റേഴ്സും അതുപോലെ ഓക്സിജൻ സിലിണ്ടേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഏരിയയിലാണ്. കാരണം അത് അത്രയും റിസ്കി ഏരിയ ആണ്. നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ തന്നെ കാണാൻ പറ്റും എത്ര കുത്തനെയാണ് അപ്പാച്ചിമേട്. അപ്പൊ ഗൈസ്, ഇതാണ് അപ്പാച്ചിമേട്ടിലെ ഉണ്ട വഴിപാട്. നീലിമല അപ്പാച്ചിമേട് വഴി വരുന്ന ഒട്ടുമിക്ക സ്വാമിമാരും ഈ ഉണ്ട വഴിപാടൊക്കെ നടത്തിയതിന് ശേഷമാണ് മല കയറാറ്. ഈ ഉണ്ട വഴിപാടിനും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് വേണം ഈ ഉണ്ട വഴിപാട് നടത്തുവാനായിട്ട്. എങ്കിലേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ, അതിനൊരു ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏതൊരു വഴിപാടും ചെയ്യാനായിട്ട്. അപ്പൊ ഗൈസ്, നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ മല കയറുന്നത്. കാരണം ഇത്രയും കുത്തനെയുള്ള മലയാണ്, അതായത് അത്രയും കുത്തനെയുള്ള കയറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്ത് മല കയറുന്നത്. നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ കാണാം കേട്ടോ ഗൈസ്. സ്വാമിമാരൊക്കെ പതുക്കെ റെസ്റ്റ് ചെയ്തിട്ടാണ് പതുക്കെയാണ് മല കയറി പോകുന്നത്. അപ്പാച്ചിമേടും അതുപോലെ കഠിനം തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ ധാരാളം ഓക്സിജൻ സിലിണ്ടറുകളും അതുപോലെ ഓക്സിജൻ ഫെസിലിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഭാഗം അത്രയ്ക്ക് റിസ്കി ഏരിയ ആയതുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ളത്തിനുള്ള സജ്ജീകരണങ്ങളും ഫസ്റ്റ് എയ്ഡിനുള്ള സജ്ജീകരണങ്ങളും എല്ലാം ഈ ഭാഗത്ത് ഇച്ചിരി കൂടുതലാണ്.
അപ്പാച്ചിമേട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്നൊരു കാഴ്ച കണ്ടു കേട്ടോ ഗൈസ്. ഒരു സ്വാമി അയ്യപ്പ വിഗ്രഹം തൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് അയ്യപ്പ സ്വാമിയോടുള്ള വിശ്വാസവും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ശരം വഴിപാട്. അതായത് സാധാരണ കന്നിസ്വാമിമാരാണ് ഈ ശരം മേടിച്ച് കയ്യിലൊക്കെ അണിഞ്ഞ് ശരം കുത്തി ആലിൻ്റെ അവിടെ പോയിട്ട് കുത്തി വെക്കുന്നത് അല്ലെങ്കിൽ തറച്ചു വെക്കുന്നത്. അതൊരു വഴിപാടാണ്. കന്നിസ്വാമിമാരാണ് സാധാരണ അത് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ശബരിപീഠം എത്തിയിട്ടോ ഗൈസ്. ശബരിപീഠത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശബരിപീഠം എന്നുള്ള ബോർഡൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുക കേട്ടോ. ഇത് പുതിയ നടപ്പന്തലാണ്. ഒരു 2-3 വർഷം മുന്നേ പണിത നടപ്പന്തലാണിത്. മരക്കൂട്ടം എത്തുന്നതിന് തൊട്ട് മുന്നുള്ള നടപ്പന്തലാണിത്. സാധാരണ നമുക്ക് ഇവിടെയൊക്കെ ഭയങ്കര തിരക്ക് കിട്ടാറുണ്ട്. ഭാഗ്യം കൊണ്ട് നമ്മൾ നേരത്തെ നടന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ധാരാളം തിരക്കില്ലാതെ നടന്ന് പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ ശരംകുത്തി എത്തിയിരിക്കുക കേട്ടോ ഗൈസ്. ഇവിടെയാണ് ശരംകുത്തി. അതായത് അയ്യപ്പൻ അമ്പ് ചെയ്ത് ആ അമ്പ് വന്ന തറച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ആ തറച്ച ആലാണിത്. അയ്യപ്പ സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി ഇരുമുടി കെട്ടുകളും ഏന്തി നിൽക്കുന്ന സ്വാമിമാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നടപ്പന്തലിൽ കണ്ടത്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ നടന്നു നീങ്ങി അയ്യപ്പ സ്വാമിയുടെ ശ്രീകോവിലിനും പൊന്നു 18 പടിക്കും ജസ്റ്റ് ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ആഴി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശരണം വിളികൾ മുഴക്കിക്കൊണ്ട് സ്വാമിമാരെല്ലാവരും സ്വാമിയുടെ ഐതിഹ്യം നിറഞ്ഞ പൊന്നു 18 പടി കയറുവാനുള്ള തിരക്കിലാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഓരോ പടികളും തൊട്ടു വണങ്ങി എല്ലാ സ്വാമിമാരും പൊന്നും 18 പടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സ്വാമിയുടെ ശ്രീകോവിലിനടുത്തേക്ക് എത്തി. ഇത് ആ കാണുന്ന സ്പോട്ടിലാണ് മകരവിളക്ക് ദർശിക്കാറ്. അയ്യപ്പ സ്വാമിയുടെ ശ്രീകോവിലിന് മുന്നിൽ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് തത്വമസി എന്ന് പറഞ്ഞാൽ? എന്താണ് തത്വമസിയുടെ പൊരുൾ? തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ ആവുന്നു എന്നാണ്. അങ്ങനെ ഈ വർഷത്തെ അയ്യപ്പ ദർശനം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ മാളികപ്പുറം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഗൈസ്, ഇതാണ് മാളികപ്പുറം ദേവി ക്ഷേത്രം. ഇത് തൊട്ടടുത്തുള്ള കൊച്ചുകടുത്ത സ്വാമി ക്ഷേത്രം. അടുത്തത് നമ്മൾ സർപ്പക്കാവിലേക്കാണ് പോകുന്നത്. നാഗരാജാവും നാഗറാണിയൊക്കെയുള്ള സർപ്പക്കാവാണ് ഗൈസ്. സർപ്പക്കാവിലേക്ക് പോയി വരുമ്പോൾ ഒരു കാഴ്ച കണ്ടുട്ടോ ഗൈസ്. ഇത് ശബരിമല മാളികപ്പുറം ഭാഗത്തുള്ള ഒരു പ്രധാന വഴിപാടാണ്. ഈ വഴിപാടിന്റെ പേരാണ് പറകൊട്ടിപ്പാടം. അതുപോലെ തന്നെ പ്രസിദ്ധമായ വേറൊരു വഴിപാടാണ് പുള്ളുവൻ പാട്ട്. ഒട്ടുമിക്ക സ്വാമിമാരും മാളികപ്പുറത്ത് വരുന്ന എല്ലാ സ്വാമിമാരും ഈ 2 വഴിപാടും ചെയ്തിട്ടാണ് ഇറങ്ങാറ്. അപ്പൊ ഗായ്സ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണിമണ്ഡപം. മണിമണ്ഡപത്തിനും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നവഗ്രഹ ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ്. പ്രത്യക്ഷ സൂര്യഭഗവാനെ കണ്ടു തൊഴുതുകൊണ്ട് നമുക്ക് മാളികപ്പുറത്തു നിന്നും ഇറങ്ങാം. അപ്പൊ ഗൈസ്, നമ്മൾ പാണ്ടിത്താവളത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ വിരി വന്നിട്ട് പാണ്ടിത്താവളത്താണ്. അപ്പോൾ പാണ്ടിത്താവളത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ ധാരാളം സ്വാമിമാര് വന്ന് പാണ്ടിത്താവളത്ത് വിരി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് 2 സ്വാമിമാര് കാടിനകത്ത് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാടിനകത്തുള്ള ഒട്ടുമിക്ക സ്വാമിമാരും എല്ലാ സ്വാമിമാരും ഇവിടെ ഭക്ഷണം പാചകം ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. പുറത്തുനിന്നൊന്നും ആരും ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ വിരി വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പൊ നമ്മൾ അങ്ങനെ ടെന്റ് അടിക്കാൻ പോവാട്ടോ.
നമ്മൾ ടെൻ്റ് അടിക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലാണ്. കൊടും കാടിനകത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഇവിടെ ധാരാളം വേറെയും സ്വാമിമാരുണ്ട്. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിയൊക്കെ പൂർത്തിയാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ടെൻറ്റിനകത്തേക്ക് കടത്തി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾഭാഗം. 4-5 പേർക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ. നമ്മുടെ ടെൻറ്റിനകത്തിരുന്ന് നമ്മൾ ചെയ്ത യാത്രയുടെ ചെറിയൊരു അവലോകനമൊക്കെ ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി ഇരുമുടി അഴിക്കലാട്ടോ. ഇരുമുടി ഓപ്പൺ ചെയ്യണം. നമ്മൾ കർപ്പൂരൊക്കെ കൊളുത്തി നമ്മുടെ ഗുരുസ്വാമി ഓരോ കെട്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇരുമുടി ഓപ്പൺ ചെയ്തു. ആദ്യത്തെ മുദ്ര പൊട്ടിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മൾ അയ്യപ്പന് അഭിഷേകം ചെയ്യാനുള്ള വഴിപാടാണ് ഈ നെയ്മുദ്ര, നെയ്ത്തേങ്ങ എന്നൊക്കെ പറയും. എല്ലാവരുടെ നെയ്ത്തേങ്ങയും ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ അഭിഷേകം ചെയ്യാൻ പോകും. അയ്യപ്പനുള്ള വഴിപാട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് നെയ്യഭിഷേകം. അപ്പൊ നമ്മൾ അഭിഷേകം ചെയ്തു വന്നു. അഭിഷേകം ചെയ്തു വന്ന നെയ്യാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇരുമുടിക്കെട്ടിയിൽ നെയ്യ് കൊണ്ടുവന്ന നാളികേരമാണ് ഈ കാണുന്നത്. ഈ നാളികേരം നമ്മൾ ആഴിയിൽ നിക്ഷേപിക്കും. അതുപോലെ തന്നെ അതാത് കാണിക്കും അവലും മലരൊക്കെ അതാത് ക്ഷേത്രങ്ങളിൽ അർപ്പിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ നമുക്ക് വ്ലോഗ് അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പൊ ഇതാണ് സന്നിധാനത്തെ കൊടും കാട്ടിൽ നിന്നുള്ള രാത്രി കാഴ്ച. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തുടങ്ങാം. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി കല്ലാറിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഇപ്പോൾ കല്ലാറിലേക്ക് പോകുന്ന വഴിയാണ്. സമയം രാവിലെ 6:30. ഇവിടെ കുറെ സ്വാമിമാരൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലാറിലേക്ക് കയറിയ വഴിക്ക് തന്നെ നമ്മൾ ആനപ്പിണ്ടം കണ്ടു, ആനയുടെ അരണ്ടം കണ്ടു. ആനകൾ സ്ഥിരം വരാറുള്ള ഏരിയയാണ് ഇതൊക്കെ. അത്രയ്ക്കും കൊടും വനത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. ഇത് ഇവിടെ ആന പോയതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് ആ വഴിയാണ് ആന കയറി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആന തീറ്റിയെടുത്തതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇത് ആന അതിലേ വന്നിട്ട് ഇത് ആ വഴിക്കാണ് പോയിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് വീണ്ടും പോവാം കല്ലാറിലേക്ക്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഇനിയും നടക്കാനുണ്ട്. അപ്പൊ കല്ലാറിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം. ഇത് വീണ്ടും ആനപ്പിണ്ടം കണ്ടു കേട്ടോ ഗൈസ്. ഇവിടെ ആനകളുടെ താവളം എന്ന് തന്നെ പറയാം നമുക്ക്. ഒരു രക്ഷയില്ല. അതായത് കൊടും വനത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് എവിടെയും അതുപോലെ. ഇതൊക്കെ ഇപ്പോ ആനകൾ വന്നു പോയതിന്റെ ലക്ഷണമാട്ടോ ഗൈസ്. നമ്മൾ അതൊന്നും വകവെക്കാതെ വീണ്ടും നമ്മൾ നടന്ന് നീങ്ങുക കേട്ടോ. നമ്മുടെ ടാർഗറ്റ് കല്ലാറാണ്. അപ്പൊ കല്ലാറിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇങ്ങനെ നടക്കുന്ന വഴികളിൽ മൊത്തം ആനയുടെ എരണ്ടും ആനപ്പിണ്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ആന ചിഹ്നം വിളിക്കുന്നതിന്റെ സൗണ്ട്, ആന തീറ്റ പൊട്ടിക്കുന്നതിന്റെ സൗണ്ടൊക്കെ നമ്മൾക്ക് കേൾക്കാം. ആനകൾ വന്നു പോകുന്ന വഴി ആനത്താര എന്നാണ് അറിയപ്പെടുന്നത്. അതിലൊരു ആനത്താരയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ആനകളൊക്കെ ധാരാളം വന്നു പോവാറുണ്ട് കേട്ടോ. കല്ലാർക്കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മരം കടപുഴകി വീണിരിക്കുന്നത് കണ്ടത്. മരം കടപുഴകി വീണതാണോ അതോ ആനകൾ കുത്തിമറിച്ചിട്ടതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. യാതൊരു വ്യക്തതയുമില്ല. പക്ഷെ മരം വീണതിന്റെ അടുത്ത് നമ്മൾ കുറെ ആനയുടെ കാൽപ്പാടുകൾ കാണാനിടയായി. വലിയ ആനകളുടെയും അതുപോലെ തന്നെ കുട്ടി ആനകളുടെയൊക്കെ കാൽപ്പാട് നമ്മൾ കാണാനിടയായി. അപ്പോൾ നമുക്ക് അവിടെ എന്താ സംഭവിച്ചെന്ന് വ്യക്തതയില്ല. എന്ത് തന്നെ ആയാലും നമ്മൾ ഇത്രയും നിഗൂഢത നിറഞ്ഞ വനത്തിലൂടെ യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഇനിയും നടക്കാനുണ്ട് കല്ലാർ വനത്തിലേക്ക്. അതുപോലെ തന്നെ കല്ലാർ പുഴയിലേക്ക് ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട്.
ഈ സ്ഥലം സാധാരണ സ്വാമിമാർക്കൊന്നും അറിയില്ല. അതുപോലെ എല്ലാ സ്വാമിമാർക്കും അറിയണമെന്നില്ല. കാരണം ഇതൊരു ഐതിഹ്യം നിറഞ്ഞൊരു പുഴയും കൂടെയാണ് ഈ കല്ലാർ പുഴ. അങ്ങനെ നമ്മൾ കല്ലാർ ഫോറസ്റ്റിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ധാരാളം പലവ്യഞ്ജന മരങ്ങളും അതുപോലെ രുദ്രാക്ഷത്തിന്റെ മരങ്ങൾ, അതുപോലെ കാട്ടുകോളം എന്നുള്ള മരങ്ങളൊക്കെ ഇവിടെ ധാരാളം കാണാൻ പറ്റുണ്ടോ ഗൈസ്. അതുപോലെ തന്നെ പല പല ഔഷധ ഗുണങ്ങളുള്ള ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഗൈസ് ഇതാണ് കാട്ടുകൂവളം. കാട്ടുകൂവളത്തിന്റെ മരത്തിന്റെ താഴെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കല്ലാർക്കാടിന്റെ ഓരോ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സത്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല, നമ്മുടെ ലൈഫിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കല്ലാർ പുഴയിലേക്ക് വരുന്നതും അവിടെ കുളിച്ച് തൊഴുന്നതും ഒക്കെ. നമ്മളെ കൂടാതെ വേറെ സ്വാമിമാരൊക്കെ വരാറുണ്ട് കേട്ടോ അവിടെ. കല്ലാർക്കാടിന്റെ ഭംഗി ഒന്ന് കാണണം കേട്ടോ ഗൈസ്. നമ്മൾ രാവിലെ നേരത്തെ പോയതുകൊണ്ട് അധികം വെയിലത്ത് നടക്കാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഇതാണ് ഗൈസ് കല്ലാറിന്റെ താഴ്വാരം. കല്ലാർപ്പുഴ ഏകദേശം എത്താറായി. ഞാൻ ഈ മരത്തിന്റെ ഭംഗി കണ്ടപ്പോൾ അതൊന്ന് ചിത്രീകരിക്കാന്ന് വെച്ചു. നമ്മുടെ കൂടെ ഉള്ള 2 സ്വാമിമാര് കല്ലാർ പുഴയിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ സ്വാമിമാർ അവിടെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അങ്ങനെ നമ്മൾ കല്ലാർ പുഴയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഗൈസ് കല്ലാർ പുഴ. ധാരാളം കല്ലുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാവാൻ ചിലപ്പോ കല്ലാർ പുഴ എന്ന് പേര് വരാൻ കാരണം. എന്ത് തന്നെ ആയാലും ഈ പുഴ ശബരിമല വരുന്നവര് എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അത് നിങ്ങളെ ഗുരുസ്വാമിമാരോട് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. കല്ലാർപ്പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് താഴെയുള്ള എന്തും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് ക്ലിയർ ആണ് ഇവിടുത്തെ വെള്ളം. അതുപോലെ ഔഷധ ഗുണങ്ങളുള്ള വെള്ളം കൂടെയാണ്. പലതരം വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ തട്ടി തലോടി ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മൾ കുളിക്കാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ വെള്ളം നമുക്ക് കുടിക്കാനും യൂസ് ചെയ്യാം. നമ്മൾ എല്ലാ വർഷവും ഓരോ ബോട്ടിൽ വെള്ളം ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കല്ലാർ പുഴയുടെ ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നത് തന്നെ ഈ കാടിനകത്തേക്കാണ്, ഈ കല്ലാർ പുഴയിലേക്കാണ്. നമ്മൾ വരുന്നതിന് മുന്നേ എത്ര വന്യമൃഗങ്ങൾ വന്ന് വെള്ളം കുടിച്ചു പോയിട്ടുണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പുറപ്പാടിലാട്ടോ. അധികം സമയം ഇവിടെ ചെലവഴിക്കുന്നത് നമ്മുടെ ജീവനും ആപത്താണ്. കാടിനകത്താണ് നമ്മൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കല്ലാറിൽ നിന്നും വിടവാങ്ങുകയാണ് കേട്ടോ. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും വരാം. കല്ലാറിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പൊ ഗൈസ് വരുന്ന വഴിക്ക് ഇതുപോലുള്ള പടുകൂറ്റൻ മരങ്ങളും നമുക്ക് കാണാനിടയായിട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും പാണ്ടിത്താവളത്തെത്തി. പാണ്ടിത്താവളത്ത് നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് ഉരക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പാണ്ടിത്താവളത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം സ്വാമിമാര് വിരികൾ വെച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ കൊടും ചൂടിലും ഇവിടെ വിരി വെച്ചിരിക്കുന്നതിന്റെ കാരണം ഒരു ലക്ഷ്യം മാത്രമാണ്, മകരവിളക്ക്. മകരവിളക്ക് കാണാൻ വേണ്ടി മാത്രമാണ് പാണ്ടിത്താവളത്ത് ഇത്രയും സ്വാമിമാര് വിരി വെച്ച് താമസിക്കുന്നത്. ഇപ്പൊ ധാരാളം സ്വാമിമാര് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് തിരക്കി എന്താ സംഗതി. അപ്പൊ ദേവസ്വം ബോർഡ് ഇവിടെ ബിസ്ക്കറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ സ്വാമിമാർക്കും ഇത് ധാരാളം ബിസ്ക്കറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ധാരാളം സ്വാമിമാര് വന്ന് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്.
അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത്. മാനവസേവ മാധവസേവ. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ചുക്കുവെള്ള വിതരണ കേന്ദ്രം ഇവിടെ നമുക്ക് കാണാനിടയായി. ദേവസ്വം ബോർഡിനും അതിന്റെ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ മലയാളം ചാനലിലൊക്കെ ചർച്ചാ വിഷയമായ സൂപ്പർ സ്റ്റാറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിയൻ എന്ന് പറയുന്ന ആളാണ്. ശബരിമലയിലെ ഏക ആട്ടിൻകുട്ടിയാണത്. ഏകദേശം 12 വർഷമായി മണിയൻ ഇവിടെ ശബരിമലയിൽ എത്തിയിട്ട്. ഉരക്കുഴിയിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഗൈസ് നമ്മൾ. ഈ വഴിക്കാണ് നമ്മൾ ഉരക്കുഴിയിലേക്ക് പോകുന്നത്. ഉരക്കുഴിയിലേക്ക് പോയി തിരിച്ചു വരുന്ന സ്വാമിമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ നടന്നാൽ നമുക്ക് ഉരക്കുഴി കാണാം. ഉരക്കുഴി തീർത്ഥത്തിലേക്ക് വന്ന സ്വാമിമാരുടെ തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ക്യൂ തന്നെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സ്വാമിമാരാണ് ഉരക്കുഴി തീർത്ഥം കാണുവാൻ വേണ്ടിയും കുളിക്കാൻ വേണ്ടിയും വന്നിരിക്കുന്നത്. ഉരക്കുഴി തീർത്ഥത്തിനും പല ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെയും അതുപോലെ ആനകളുടെ സാന്നിധ്യം വളരെയേറെ. ഇതാണ് ഗൈസ് ഉരക്കുഴി തീർത്ഥം. അവിടെ ഒരു സ്വാമി മുങ്ങി കുളിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലമാണ് ഉരക്കുഴി തീർത്ഥം എന്നറിയപ്പെടുന്നത്. മേളിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട്. ആ വെള്ളം വീണിട്ടാണ് അവിടെ ഒരു കുഴി പോലെ ആയിരിക്കുന്നത്. സ്വാമിമാരൊക്കെ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഉരക്കുഴി തീർത്ഥത്തിലേക്ക് വരുന്നതെന്ന് കണ്ടോ. ഇവിടെ കുറെ സ്വാമിമാര് നമുക്ക് ഹായ് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഉരക്കുഴി തീർത്ഥത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും അവിടെ ആനകൾ നടന്നതിന്റെ കാൽപ്പാടൊക്കെ കാണാനിടയായി. ആ വഴിക്കാണ് ആനകൾ പോയിരിക്കുന്നത്. സ്വാമിമാര് വരുന്ന വഴിയാട്ടോ. വരുന്ന വഴിക്കും ആനകൾ ഇറങ്ങി നടക്കാറുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് പുല്ലുമേട്ടിലേക്കുള്ള വഴി. പുല്ലുമേട് വഴി വരുന്ന സ്വാമിമാരൊക്കെ ഈ വഴിക്കാണ് വരാറ്. ആ കാണുന്ന സ്വാമിമാരൊക്കെ പുല്ലുമേട് വഴി കയറി വരുന്നതാണ്. ആ ചെക്ക് പോസ്റ്റാണ് പാണ്ടിത്താവളം ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വിരിയുടെ അടുത്തേക്ക് വന്നു. ഇതാണ് വനദുർഗാദേവി. വനദുർഗാദേവിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ മകരവിളക്ക് തെളിയുന്ന സ്പോട്ട്. അതായത് പൊന്നമ്പലമേട് എന്ന് പറയുന്ന മല നമ്മുടെ വനദുർഗാദേവിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് പൊന്നമ്പലമേട്, അതായത് മകരവിളക്ക് തെളിയുന്ന സ്ഥലം. തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറെ സ്വാമിമാരാട്ടോ ഗൈസ്. ഇവരെല്ലാരും പരിചയപ്പെട്ടു. നമ്മൾ ഈ ടീമിന്റെ ഒപ്പമാണ് മകരവിളക്ക് കാണാൻ പോകുന്നത്. ഇത് ഏകദേശം ആ സ്പോട്ടിലായിട്ടാണ് മകരവിളക്ക് തെളിയുക കേട്ടോ. എല്ലാ സ്വാമിമാരുടെയും കണ്ണുകൾ പൊന്നമ്പലമേട്ടിലേക്കാണ്. കാരണം വേറൊന്നുമല്ല, ഒരേ ഒരു ലക്ഷ്യം മാത്രം, മകരവിളക്ക് ദർശനം മാത്രം. മകരവിളക്ക് ദർശനം 3 തവണകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. 3 പ്രാവശ്യമായിട്ടാണ് മകരവിളക്ക് തെളിയുക. അപ്പൊ ഗൈസ്, മകരവിളക്ക് തെളിയുന്നതിന്റെ സമയം ഏകദേശം അടുത്തു. നമുക്ക് മകരവിളക്കിന് വെയിറ്റ് ചെയ്യാം. അതാ ഗൈസ്, ആദ്യത്തെ തവണ മകരവിളക്ക് തെളിഞ്ഞിരിക്കുകയാണ്. ആ സർക്കിളിനകത്ത് കാണുന്നതാണ് മകരവിളക്ക്. സ്വാമിയേ ശരണമയ്യപ്പ. ഏകദേശം ഞാൻ കാണിച്ച സ്പോട്ടും മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്ന സ്പോട്ടും സെയിം ആണ് കേട്ടോ. അതാ ഗൈസ്, രണ്ടാമത്തെ തവണയും മകരവിളക്ക് തെളിഞ്ഞിരിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ 3 തവണകളായിട്ട് മകരവിളക്ക് തെളിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ മകര വിളക്ക് മഹോത്സവം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. മകരവിളക്ക് ദർശനത്തിന് ശേഷം എല്ലാ സ്വാമിമാരും അവരവരുടെ വിരിയിൽ ഇതുപോലെ മകരവിളക്ക് പൂജ ചെയ്യാറുണ്ട്. ആ പൂജയോടുകൂടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് ഒരു പൂർണ്ണതയാവുകയുള്ളൂ. ഓരോരോ സ്വാമിമാര് ശബരിമലയോട് വിട പറയുമ്പോൾ നമുക്കും വിട പറയാതിരിക്കാൻ വയ്യ.
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും യാത്ര പറയാം. സ്വാമിയേ ശരണമയ്യപ്പ.